മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യ സെറ്റ് ടു ഇന്റഗ്രേറ്റ് റെഡ് ബ്ലഡ് ഡോണർ രജിസ്ട്രി വിത്ത് ഇ രക്തകോശ്. അതായത് ഇന്ത്യ റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഫസ്റ്റ് ന്യൂസിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇന്ത്യ നോട്ട് എ മാഗ്നറ്റ് ഫോർ ഗ്ലോബൽ സയൻസ് സെയ്സ് രാമകൃഷ്ണൻ. അതായത് ഗ്ലോബൽ ടാലൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിന്റെ കാരണങ്ങളും മറ്റുമാണ് സെക്കൻഡ് ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, വാട്ട് ഈസ് IIT ഡൽഹിസ് ഫീറ്റ് ഇൻ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. അതായത് DRDOയും IIT ഡൽഹിയും കൂടെ ചേർന്ന് 1 കിലോമീറ്റർ ഫ്രീ സ്പേസിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായി. സോ അതിന്റെ സ്പെഷ്യാലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് നമ്മൾ മൂന്നാമത്തെ ന്യൂസിൽ നോക്കുന്നത്. ദെൻ ഹൗ വിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്ട് ഇംപാക്ട് ഇന്ത്യ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വളരെയധികം മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യനെ എത്രത്തോളം ബാധിക്കും? ഇസ്രായേലിനെ ഇതേവരെ ഇന്ത്യ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. സോ വളരെയധികം ഡിഫൻസ് എന്ന രീതിയിൽ ഇസ്രായേൽ നല്ല പാർട്ണറാണ്, എക്കോണമി എന്ന രീതിയിൽ ഇറാൻ നല്ല പാർട്ണറാണ്. സോ അങ്ങനെയാകുമ്പോൾ ഇത് ഇന്ത്യനെ എത്രത്തോളം ആയിരിക്കും ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫിഫ്ത് വൺ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ DNA അനാലിസിസ്. അതായത് ഇത്തവണത്തെ അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ടൈമിൽ നമ്മൾ STR ബേസ്ഡ് ആയിട്ടുള്ള DNA ഫിംഗർ പ്രിന്റിംഗ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതെന്താണ്, DNA ഫിംഗർ പ്രിന്റിങ്ങിലുള്ള ചലഞ്ചസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അഞ്ചാമത്തെ എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, എ ഡയർ സ്ട്രൈറ്റ്. അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടാലുള്ള ഗ്ലോബൽ എനർജി ട്രേഡ് എങ്ങനെയായിരിക്കും, അതെങ്ങനെയായിരിക്കും വെസ്റ്റ് ഏഷ്യനെ മൊത്തത്തിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ലാസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഇനി ഓരോ ന്യൂസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യ സെറ്റ് ടു ഇന്റഗ്രേറ്റ് റെഡ് ബ്ലഡ് ഡോണർ രജിസ്ട്രി വിത്ത് ഇ രക്തകോശ്. അതായത് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഇന്ത്യയുടെ റെയർ ഡോണർ രജിസ്ട്രി വളരെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഡോണേഴ്സിന് വളരെ എളുപ്പത്തിൽ തന്നെ അസസ് ചെയ്യാനും അതിനൊക്കെ എമർജൻസി ബ്ലഡ് ബാങ്ക് അവൈലബിലിറ്റി കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനുമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി ഇന്റഗ്രേറ്റ് ചെയ്യാൻ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് അഫോർഡബിൾ ജനറ്റിക് ടെസ്റ്റിംഗ്, ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയ, തലാസ്മിയ, ഹിമോഫീലിയ തുടങ്ങിയ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒക്കെ കോസ്റ്റ് കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള തീരുമാനം യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഗ്ലോബൽ റെലവൻസ് എന്താണ്? ഇന്ത്യക്ക് ഇന്ത്യയുടെ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. ഈ പറയുന്ന ഹീമോഫീലിയക്കായി ഇന്ത്യ യൂസ് ചെയ്യുന്ന വിഷ്വൽ കാർഡ് ടെസ്റ്റ് അടക്കമുള്ളത് ഗ്ലോബൽ ബോഡീസ് ആയ വേൾഡ് ഫെഡറേഷൻ ഫോർ ഹീമോഫീലിയ അടക്കം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇന്ത്യയുടെ അത്രയും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇന്നോവേഷൻസിന് ഗ്ലോബലി അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു റെലവൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ഈ രക്തകോശ്. എന്താണ് ഈ രക്തകോശിന്റെ പർപ്പസ്? അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ബ്ലഡ് ബാങ്ക് മാനേജ്മെന്റ് ചെയ്യാനായിട്ടാണ് ഈ രക്തകോശ് യൂസ് ചെയ്യുന്നത്. അതായത് റിയൽ ടൈം ബ്ലഡ് സ്റ്റോക്ക് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുക, നേഷൻ വൈഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ മേജർ ഒബ്ജക്റ്റീവ്. രജിസ്ട്രിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിനെ തന്നെ ഫ്രീക്വന്റ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് പേഷ്യൻസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ രക്തകോശിന്റെ ഭാഗമാണ്. ആൻഡ് നെക്സ്റ്റ്, റെയർ ഡോണർ രജിസ്ട്രി ഓഫ് ഇന്ത്യ. അതിന്റെ ഫീച്ചേഴ്സും സിഗ്നിഫിക്കൻസും എന്താണെന്ന് നോക്കാം. റെയർ ബ്ലഡ് ഗ്രൂപ്പുകളായി ഈ പറയുന്ന ബോംബെ ഗ്രൂപ്പ് തുടങ്ങിയവരുടെയൊക്കെ ഒരു നാഷണൽ രജിസ്ട്രി എന്ന രീതിയിലാണ് നമ്മൾ റെയർ ഡോണർ രജിസ്ട്രി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോണർ പേഷ്യന്റ് മാച്ചിങ് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം, DNA ബേസ്ഡ് സ്ക്രീനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ അസസും ട്രേസബിലിറ്റിക്കും ഒക്കെ ഈ പറയുന്ന റെയർ ഡോണർ രജിസ്ട്രി വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഈ പറയുന്ന ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസ്മിയ പോലുള്ള ഡിസീസുകൾ? ഹീമോഫീലിയ എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഡിസോർഡർ ആണ്. അതായത് ചെറിയ മുറിവിൽ നിന്ന് പോലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ട് വളരെയധികം ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് ഹീമോഫീലിയ. സോ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ സിക്കിൾ സെൽ അനീമിയ, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. അതേപോലെ തന്നെ അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. സോ ഇങ്ങനെ ആവുമ്പോൾ സിക്കിൾ സെൽ രീതിയിലേക്ക് ആ ഒരു RBC മാറുമ്പോൾ ഓക്സിജൻ കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ വളരെയധികം കുറയുന്ന ഒരു സ്റ്റേറ്റ് കാണാൻ പറ്റും. ദെൻ തലാസ്മിയ എന്ന് പറയുന്ന ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള അനീമിക് കണ്ടീഷൻ ആണ്. ആൻഡ് ദെൻ ബയോസ്കാൻ, അതായത് ബ്ലഡ് ഡോണർ ഡയഗ്നോസ്റ്റിക്സിനുള്ള ഇൻഡിജിനസ് ടെക്നോളജിയാണ് നമ്മുടെ ബയോസ്കാൻ.
ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. ബ്ലഡ് ഡിസോർഡേഴ്സും മറ്റും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ ബയോസ്കാൻ യൂസ് ചെയ്യുന്നത്. വളരെ റാപ്പിഡ് ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ ഈ പറഞ്ഞ ബയോസ്കാനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ന്യൂസ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2ലും GS3ലും വളരെയധികം റെലവെന്റ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് to improve access to rare blood group transfusions and diagnostics, indigenous biotechnology advancement for affordable genetic disorder testing, use of digital health infrastructure to enhance public health services തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സെക്കൻഡ് ന്യൂസ്, ഇന്ത്യ നോട്ട് എ മാഗ്നറ്റ് ഫോർ ഗ്ലോബൽ സയൻസ് സെയ്സ് രാമകൃഷ്ണൻ. അതായത് ഇന്ത്യ ഇത്രയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഉണ്ടായിട്ട് പോയാലും ഗ്ലോബൽ ടാലന്റിനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. മാസീവ് US റിസർച്ച് ബഡ്ജറ്റ് കട്ട്, അതായത് US അവരുടെ ഫെഡറൽ റിസർച്ച് ബഡ്ജറ്റ് വളരെയധികം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് പല സയന്റിസ്റ്റുകളുടെയും ഒക്കെ ജോബ് ലോസും അവർക്കൊരു അൺഎംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇത് യൂറോപ്പിനെ ആകമാനം തന്നെ വളരെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബഡ്ജറ്റോ അല്ലെങ്കിൽ അതേ കണക്ക് ഒരു R&D ഫണ്ടിങ്ങോ ഒന്നും തന്നെ ഇത്രയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഉണ്ടായിട്ട് ആ ഒരു ഗ്ലോബൽ ടാലന്റിനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് നമുക്ക് ഒരുപാട് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് കാണുന്നുണ്ട്. അതായത് ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഒരു റീസൺ ആണ്, നമ്മുടെ പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻകൺസിസ്റ്റന്റ് പോളിസീസ്, ലോ R&D സ്പെൻഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഗ്ലോബൽ സയന്റിസ്റ്റിനെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ച ഘടകങ്ങളാണ്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അതായത് R&D ഫണ്ടിങ് അതേണക്ക് തന്നെ അതിന്റെ എല്ലാത്തിനും ഒരു അപ്പെക്സ് കോർഡിനേഷൻ ബോഡി ആയിട്ടാണ് ഈ പറഞ്ഞ ANRF വർക്ക് ചെയ്യുന്നത്. എല്ലാ സയൻസിനെ ആയാലും എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, സോഷ്യൽ സയൻസ് തുടങ്ങിയവ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ്, കീ R&D ഫണ്ടിങ് ബോഡീസ്. ഫസ്റ്റ് വൺ DBT കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന ബയോടെക്നോളജി, ലൈഫ് സയൻസ് മേഖലകളാണ്. ICMR ആകുമ്പോൾ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് റിസർച്ചിനെയാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. DST സയൻസ് ആൻഡ് ടെക്നോളജി പ്രോജക്റ്റിനെയാണ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നത്. SERP ബേസിക് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളെയാണ് ഇപ്പോൾ അത് ANRFന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, അതായത് എബ്രോഡിൽ നിന്ന് വരുന്ന ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്ക് നൽകുന്ന ഫെലോഷിപ്പാണ് ഈ പറയുന്ന രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്. ബയോടെക്നോളജിയിലും ലൈഫ് സയൻസിലും ഒക്കെയാണ് ഈ ഒരു റിസർച്ച് കൂടുതലായിട്ടും നടക്കുക. സാലറി, ഗ്രാന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെലോഷിപ്പിൽ ലഭ്യമാകുന്നതായിരിക്കും. ദെൻ R&D സ്പെൻഡിങ് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ 0.7% ഓഫ് GDP മാത്രമാണ് നമ്മളിവിടെ R&D സ്പെൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അതേസമയം US ആണെങ്കിൽ 3% ഓഫ് ദർ GDP യൂസ് ചെയ്യുന്നുണ്ട്. ചൈനയാണ് 2.4%ഓളം യൂസ് ചെയ്യുന്നുണ്ട്. സൗത്ത് കൊറിയ, ഇസ്രോയിലൊക്കെ 4%-ലധികം അവരുടെ GDP-യിൽ R&D സ്പെൻഡിങ് കാണാൻ സാധിക്കും. സോ മേജർ എക്കോണമിയുടെ കേസ് നോക്കുമ്പോൾ ഇന്ത്യ വളരെയധികം ലാഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3ലും GS2ലും GS1ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ലോ R&D സ്പെൻഡിങ് ആൻഡ് പുവർ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സയന്റിഫിക് റിസർച്ച്, ബ്രെയിൻ ഡ്രെയിൻ ഡ്യൂ ടു ഗ്ലോബൽ പോളിസി ഷിഫ്റ്റ്, India's limited capacity to attract returning diaspora scientists, impact of urban decay, pollution and infrastructure and skilled human capital movement തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, വാട്ട് ഈസ് IIT's ഡൽഹി ഫീഡ് ഇൻ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, അതായത് IIT ഡൽഹിയും DRDOയും ചേർന്ന് 1 കിലോമീറ്റർ ഫ്രീ സ്പേസിലുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഇപ്പം എൻടാഞ്ചിൽമെന്റ് ബേസ്ഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. അതായത് വളരെയധികം ഈ ഒരു ഡെമോൺസ്ട്രേഷൻ അൾട്രാ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഡിഫൻസ് കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. അതേപോലെ മിലിറ്ററി, ബാങ്കിങ്, ടെലികോം കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയൊക്കെ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ക്വാണ്ടം മിഷനുള്ള ഒരു പുഷായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇന്ത്യ അത്രത്തോളം സെൽഫ് റിലയൻസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത്, വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ 1 കിലോമീറ്റർ ഫ്രീ സ്പേസിലുള്ള നമ്മുടെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷന്റെ ഡെമോൺസ്ട്രേഷൻ. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, ക്വാണ്ടം എൻടാഞ്ചിൽമെന്റ് ആൻഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ബേസിസ്.
എന്താണ് ഈ പറഞ്ഞ എൻടാഞ്ചിൽമെന്റ്? അതായത് ലിങ്ക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിന് ചേഞ്ച് മറ്റൊരു പാർട്ടിക്കിളിനെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ പറഞ്ഞ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ? അതായത് ക്വാണ്ടം പ്രോപ്പർട്ടീസിനെ സെക്യൂർ ചെയ്യുന്ന കീ ഷെയറിങ്ങിനെയാണ് നമ്മൾ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇവിടെ ഈസ് ഡ്രോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റബിൾ ആണ്. ഫിസിക്സിന്റെ അത്രയും, അതായത് മാത്സിന് കിട്ടുന്നതിനേക്കാൾ ആക്യുറസിയും സേഫ്റ്റിയും ഒക്കെ ഈ പറയുന്ന ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പറയുന്ന IIT ഡൽഹിയുടെയും DRDOയുടെയും റോൾ എന്താണെന്ന് നോക്കാം. IIT ഡൽഹി ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലായാലും അതേ കണക്ക് തന്നെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷനിലായാലും ഒക്കെ വളരെയധികം റിസർച്ചും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. DRDOയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് സെക്യൂർ ചെയ്യുക, അതേ കണക്ക് തന്നെ നെറ്റ്വർക്കുകൾ സെക്യൂർ ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് DRDOയുടെ മേജർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും, അതായത് IIT ഡൽഹി ആയാലും DRDO ആയാലും ഇന്ത്യയുടെ ക്വാണ്ടം ടെക്നോളജി എഫേർട്ടിനെ അത്രത്തോളം തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ് ഇന്ത്യയുടെ നാഷണൽ ക്വാണ്ടം മിഷൻ? അതായത് 2023 നമ്മൾ ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6000-ലധികം കോടി രൂപയോളമായിരുന്നു ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതിനൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ, സ്കിൽഡ് വർക്ക് ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ നാഷണൽ ക്വാണ്ടം മിഷന്റെ മെയിൻ എയിം എന്നുള്ളത്. ഇനി ക്വാണ്ടം വേഴ്സസ് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ക്വാണ്ടം എന്ന് പറയുമ്പോൾ വളരെയധികം ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഈവ്സ് ഡ്രോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റബിൾ ആണ്, വളരെയധികം സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ആവുമ്പോൾ അത് വളരെയധികം മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ക്വാണ്ടം അറ്റാക്സും കാര്യങ്ങളും ഒക്കെ വളരെയധികം വൾണറബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈവ്സ് ഡ്രോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഡിറ്റക്റ്റബിൾ ആയിട്ടും കാണാൻ പറ്റില്ല. ദെൻ ഈ പറഞ്ഞ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് സേഫ്റ്റി നമുക്ക് തരുന്നുണ്ട്. ക്ലാസിക്കൽ മെത്തേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം സേഫ്റ്റി ആയിട്ടുള്ള, വളരെയധികം സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഫെസിലിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3-ലും GS2-ലും ഈ ഒരു ന്യൂസ് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം India's advancement in quantum technology and secure communication, use of quantum communication in future warfare and secure military application, role of public institution and government funding in developing emerging technologies തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എഡിറ്റോറിയൽ, ഹൗ വിൽ ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ് ഇമ്പാക്ട് ഇന്ത്യ? അതായത് എങ്ങനെയാണ് ഈ പറയുന്ന ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ് ഇന്ത്യനെ അഫക്ട് ചെയ്യുന്നത്? വളരെയധികം ഒരു മൂർധന്യ അവസ്ഥയിലൂടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ബാലൻസിങ് ആക്ട് ആണ് നിലവിൽ എടുത്തിട്ടുള്ളത്. അതായത് ഇന്ത്യ രണ്ടു കൂട്ടരെയും ക്രിട്ടിസൈസ് ചെയ്യാതെ, അതായത് ഇസ്രായേലിനെ ഒരു ഡയറക്റ്റ് എന്ന രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാതെ ഒരു ബാലൻസിങ് ആക്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്രയും വലിയൊരു ഡിഫൻസ് പാർട്ണർ ആണ്. അതേസമയം ഇറാൻ എന്ന് പറയുന്നത് അത്രയും വലിയൊരു എക്കോണമിക് പാർട്ണർ ആണ്. സോ ഇവർ രണ്ടുപേരെയും ഒരേ രീതിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യക്കുണ്ട്. അതായത് രണ്ടുപേരെയും തള്ളി പറയാതെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലൂടെ പോകുന്നതായിട്ട് ഒരു ബാലൻസിങ് ആക്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ കണക്ക് തന്നെ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഇന്ത്യ അവിടുത്തെ അതായത് ഇറാനിൽ നിന്നാലും ഇസ്രായേലിൽ നിന്നാലും അവിടുന്ന് ഇന്ത്യയുടെ നാഷണൽസിനെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഈ ഒരു ടെൻഷൻ ഇറാന്റെ ഭാഗത്തു നിന്നാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാലും ഉണ്ടാകുന്ന ഈ ടെൻഷൻ ഇന്ത്യയെ എക്കോണമിക്കലി വളരെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ഉണ്ടാകുന്ന ടെൻഷൻസ് ഇന്ത്യയുടെ എനർജി ട്രേഡിനെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അതായത് എനർജി പ്രൈസ് വളരെയധികം കൂടുകയും ഇൻഫ്ലേഷൻ, അതേപോലെ തന്നെ റെമിറ്റൻസ് ലോസ് തുടങ്ങിയവയൊക്കെ ഇന്ത്യ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ സ്ട്രാറ്റജിക് ആൻഡ് കണക്ടിവിറ്റി ചലഞ്ചസ്, ഇന്ത്യ വളരെയധികം വെസ്റ്റ് ഏഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കൊറിഡോർ, ചബ്ബാർ പോർട്ട്, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ, ഇതൊക്കെ ഇന്ത്യ വളരെയധികം വെസ്റ്റ് ഏഷ്യ എന്നുള്ള കൺട്രോൾ ലഭിക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ചധികം പ്രോജക്റ്റുകളായിരുന്നു. സോ ഈ ഒരു ടെൻഷൻ, രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഈ ഒരു ടെൻഷൻസ് ഈ ഒരു പ്രോജക്റ്റിനെ മൊത്തത്തിൽ തന്നെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഗ്ലോബൽ ആയിട്ടുള്ള കീ ഓയിൽ ചോക്ക് പോയിന്റ് ആണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. വേൾഡിന്റെ തന്നെ 20% ഓഫ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് യൂസ് ചെയ്താണ്. അതേ കണക്ക് തന്നെ 1/3 ഓഫ് LNG പാസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ത്രൂ ആണ്.
ഇന്ത്യയുടെ എനർജി ഇമ്പോർട്ടിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടൊരു പൊസിഷൻ വഹിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്. ആൻഡ് ഇന്ത്യസ് ട്രേഡ് ഡിപ്പെൻഡൻസ് ഓൺ വെസ്റ്റ് ഏഷ്യ. 85%-ലധികം ക്രൂഡ് ഓയിൽ ഈ ഒരു റീജിയനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. LNGക്കായാലും ഫെർട്ടിലൈസേഴ്സിന്റെ ആയാലും ഒക്കെ ഒരു മേജർ സോഴ്സുമാണ് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്നുള്ള റീജിയൻ. സോ ഇവിടുത്തെ എന്ത് ഡിസ്റപ്ഷനും ഇന്ത്യൻ എക്കോണമിയെ വളരെയധികം മോശമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും. ദെൻ ചബാർ പോർട്ട് ആൻഡ് INSTC. ചബാർ പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബൈപ്പാസ് ചെയ്ത് അതിനൊക്കെ അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യ തുടങ്ങിയ റീജിയൻസ് ആക്സസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ദെൻ INSTC എന്ന് പറയുന്നത് ഇന്ത്യ, ഇറാൻ, റഷ്യ ട്രേഡ് കൊറിഡോർ ആണ്. സോ ഇതിന്റെ എല്ലാം ഈ ഒരു വെസ്റ്റ് ഏഷ്യയിൽ ഇത്രത്തോളം ടെൻഷൻസ് വരുന്നത് ഈ ഒരു പ്രോജക്റ്റിനെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇന്ത്യസ് ഡിഫൻസ് ഇമ്പോർട്ട് ഫ്രം ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെയധികം ഡിഫൻസിൽ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആംസ് ആയാലും ഡ്രോൺസ് ആയാലും മിസൈൽ സപ്ലയർ എന്ന രീതിയിലായാലും ഒക്കെ ഇതിന്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ തന്നെ മേജർ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് ഈ പറഞ്ഞ ഇസ്രായേൽ. അതായത് സ്പൈഡർ, ബരാക്കേറ്റ്, ഹെറോൺ തുടങ്ങിയ മേജർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇസ്രായേലിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലൊരു ഡിഫൻസ് പാർട്ണറായിട്ട് നമ്മൾ ഇസ്രായേലിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3-ലും GS2-ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇമ്പാക്ട് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഓൺ ട്രേഡ് റൂട്ട്സ്, എനർജി ഇമ്പോർട്ട് ആൻഡ് ഇൻഫ്ലേഷൻ, implication of foreign policy shift on multilateral platforms like BRICS and SCO, strategic setback to connectivity initiatives like IMEEC and SAPAR തുടങ്ങിയ ആ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നെക്സ്റ്റ് എഡിറ്റോറിയൽ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ DNA അനാലിസിസ്. അതായത് ഈ പറയുന്ന അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് സമയത്ത് നമ്മൾ STR ബേസ്ഡ് ആയിട്ടുള്ള DNA ഫിംഗർ പ്രിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ്, അതിന്റെ ചലഞ്ചസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലാർജ് സ്കെയിൽ ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ STR ബേസ്ഡ് ആയിട്ടുള്ള DNA ഫിംഗർ പ്രിന്റിങ്. സോ ഈ പറയുന്ന STR ബേസ്ഡ് DNA ഫിംഗർ പ്രിന്റിങ്ങില് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ, എലക്ട്രോഫോറസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും വളരെയധികം ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സാമ്പിൾ ഡീഗ്രഡേഷൻ, കണ്ടാമിനേഷൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ചലഞ്ചിങ് ആയിട്ട് ഇന്നും ഇന്ത്യയുടെ മുന്നിലുണ്ട്. സോ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി നമുക്ക് ആവശ്യമാണ്. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ്, വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയവയൊക്കെ ഇന്നും ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ എന്താണ് ഇതിന്റെ ഫോറൻസിക് റെലവൻസ്? ഈ പറയുന്ന STR ബേസ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ 9/11 അറ്റാക്ക്, അത് കണക്ക് 2004 സുനാമി ടൈംസിലേക്ക് നമ്മൾ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ ടൈമിലായാലും അതിനൊക്കെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ടൈമിലായാലും ഒക്കെ വളരെയധികം ഒരു ക്രിട്ടിക്കൽ ടൂൾ ആയിട്ട് ഈ പറയുന്ന STR ബേസ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ DNA ഫിംഗർ പ്രിന്റിംഗ്, STR, PCR തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. STRs മീൻസ് വേരിയബിൾ ആയിട്ടുള്ള DNA റിപ്പീറ്റ്സ്, IDക്ക് വേണ്ടിയിട്ട് വേരിയബിൾ ആയിട്ട് DNA റിപ്പീറ്റ് ചെയ്യുന്ന നമ്മൾ STRs എന്ന് പറയാം. PCR പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ, അതായത് STR റീജിയൻസിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഫോറൻസിക് സയൻസിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? അതായത് ക്രൈം സീൻസിലായാലും അതിനൊക്കെ തന്നെ സസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറ്റേണിറ്റി ടെസ്റ്റിംഗ്, അതിനൊക്കെ ഡിസാസ്റ്റർ വിക്ടിം ID തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതായത് സ്മോൾ DNA സാമ്പിൾസിനെ വളരെയധികം ആംപ്ലിഫൈ ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് DNA അനാലിസിസിൽ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. വളരെ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, DNA ഫിംഗർ പ്രിന്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഡെന്റൽ ആൻഡ് ഫിംഗർ പ്രിന്റ് റെക്കോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഇംപ്ലാന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമയത്ത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3-ലും GS2-ലും GS4-ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻ ഫോറൻസിക് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ വിക്ടിം ഐഡന്റിഫിക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസ് മെക്കാനിസം ഫോർ മാസ് കാഷ്വാലിറ്റി ഇവന്റ്സ്, പ്രൈവസി, ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് എത്തിക്കൽ കൺസേൺ ഇൻ DNA ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ലാസ്റ്റ് എഡിറ്റോറിയൽ, ഈ ഡെയർ സ്ട്രൈറ്റ്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
സോ അത് എങ്ങനെയായിരിക്കും മൊത്തത്തിൽ വെസ്റ്റ് ഏഷ്യനെ അഫക്ട് ചെയ്യുക, ഇത് വെസ്റ്റ് ഏഷ്യനെ ഡിസ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇന്ത്യനെ ഇത് എങ്ങനെ അഫക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ എത്രത്തോളം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനുണ്ട്. ഗ്ലോബലി തന്നെ 25% ഓയിൽ ട്രേഡ് നടക്കുന്നത് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ത്രൂ ആണ്. സോ ഈ ഒരു ഇസ്രായേൽ ഇറാൻ ടെൻഷൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലും ടെൻഷൻസ് എസ്കലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട്. ഗ്ലോബൽ എനർജി ട്രേഡിന് തന്നെ മൊത്തത്തിൽ ഒരു സപ്ലൈ ഷോക്കാലും ഒരു ഫിയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഇഷ്യൂന് സാധിക്കുന്നുണ്ട്. ദെൻ ഇന്ത്യയുടെ എനർജി വൾണറബിലിറ്റി എത്രത്തോളമാണ്? ഈ ഒരു സ്ട്രേറ്റ് നമ്മൾ 40% ഓഫ് ക്രൂഡ് ഓയിലും അതിനൊക്കെ 50% ഓഫ് LNGയും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജോ അല്ലെങ്കിൽ ഡിസ്റപ്ഷനോ ഈ ഒരു സ്ട്രേറ്റിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിനെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. എനർജി പ്രൈസും വളരെയധികം കൂടും. ട്രേഡ് ലോജിസ്റ്റിക്സിലും ഒക്കെ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഒരവസ്ഥ എത്തുന്നുണ്ടാവും. ദെൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് എത്രത്തോളമാണ് നോക്കാം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഒരിക്കലും ഒരു ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്നേ വരെ അടയ്ക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് ത്രെഡ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ഒരു സീരിയസ് ആയിട്ടൊരു സ്റ്റേറ്റിലേക്ക് ഇന്നേ വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ട്രേഡിലായാലും അതേനൊക്കെ തന്നെ സെക്യൂരിറ്റി റിസ്ക് ഒക്കെ ഈ ഒരു റീജിയനിൽ വളരെയധികം കൂടുതലാണ് എന്നുള്ളത് ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അഗൈൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയ്ക്കാണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറാൻ, UAE, ഒമാൻ തുടങ്ങിയവയുടെ ബോർഡേഴ്സ് ആയിട്ട് ഉണ്ട്. ദെൻ ഗ്ലോബൽ ഓയിൽ അതിനൊക്കെ LNGക്കുള്ള വളരെ വൈറ്റൽ ആയിട്ടുള്ള ട്രേഡ് റൂട്ട് ആണ്. ഇതിന് പകരമായിട്ടൊരു ഓൾട്ടർനേറ്റീവ്, ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവ് നമുക്ക് ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ദെൻ ഇന്ത്യയുടെ എനർജി ഇമ്പോർട്ട് റൂട്ട് ഏതൊക്കെയാണ്? നമ്മൾ കൂടുതലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനൊക്കെ നമ്മുടെ മേജർ സപ്ലൈസ് എന്ന് പറഞ്ഞ സൗദി, ഇറാഖ്, ഇറാൻ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ്. സോ ഈ ഒരു സ്ട്രെയിറ്റിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജോ ഡിസ്റപ്ഷനോ ബാധിച്ചാൽ അത് ഇന്ത്യൻ എക്കോണമിനെ തന്നെ ഒരു ഹൈ റിസ്ക് സ്റ്റേറ്റിലേക്ക് എത്തിക്കും. ദെൻ എന്തൊക്കെയാണ് പൈപ്പ് ലൈൻ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് നോക്കാം. ഗൊറേജ് ജാസ്ക് അതായത് ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഹോർമസിനെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഈ ഒരു ഗൊറേജ് ജാസ്ക് പൈപ്പ് ലൈൻ ഓൾട്ടർനേറ്റീവ്. ദെൻ അറാംകോ ഈസ്റ്റ് വെസ്റ്റ് സൗദിയിലാണ്. റെഡ് സീ ത്രൂ ആണ് ഈ ഒരു പൈപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത്. ദെൻ UAE ഫുജറ അതായത് ഡയറക്റ്റ് ഗൾഫ് ഓഫ് ഒമാൻ ത്രൂ ആണ് ആ ഒരു പൈപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ബ്രെന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഫാക്ടേഴ്സ് അതായത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് വളരെ അധികം കൂടുതലായാൽ, അതായത് ഈ ഒരു റീജിയനിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻസ് തന്നെ വന്നാൽ പോലും വളരെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിലും ഒക്കെ ചേഞ്ച് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. സപ്ലൈ ഡിമാൻഡ്, OPEC ഡിസിഷൻസ്, ചോക്ക് പോയിന്റ് ഉള്ള ഡിസ്ട്രപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ചെറിയൊരളവിൽ സംഭവിച്ചാൽ പോലും ഗ്ലോബൽ എക്കോണമിനെ മൊത്തം തന്നെ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം implication of West Asian instability on India's energy diplomacy and foreign policy, impact of geopolitics on energy security and trade routes, strategic vulnerabilities of India's critical energy infrastructure തുടങ്ങിയ ടോപ്പിക്കിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും അതേണക്കെ ആർട്ടിക്കിൾസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.